മാഹിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും ഡേവിസും രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ടായിട്ട് അതുകൊണ്ട് ഒരു കാപ്പി മേടിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷമാണ് ട്രെയിൻ എത്തിയത്. അപ്പോൾ നോക്കുന്ന സമയത്ത് അധികം തിരക്കൊന്നും കാണുന്നില്ല. സാധാരണ ട്രെയിൻ വരുന്ന സമയത്ത് നല്ല തിരക്ക് കാണലുണ്ട്. പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് അത്ര തിരക്കൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സൈഡിലൊക്കെ നിന്നിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുക്കാൻ പറ്റി ട്രെയിനിൻ്റെ എല്ലാം. അപ്പോൾ ഞാനും ഡേവിസും തീരുമാനിച്ചത് ഫ്രണ്ടിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഫ്രണ്ടിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. പിന്നെ കയറുന്ന സമയത്ത് തന്നെ വിൻഡോ സീറ്റ് ഉണ്ട്. അങ്ങനെ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് കുറേ അധികം പുറത്തത്തെ കാഴ്ചകളെല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കുറേ പുഴ, പിന്നെ അതേപോലെ വയൽ, ഇങ്ങനത്തെ ഇതെല്ലാം ട്രെയിനിൻ്റെ വിൻഡോ സീറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അടുത്തുള്ള ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ ഷൂട്ട് ചെയ്യുന്നത്, എന്തെങ്കിലും യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, ഡ്രീംസ് ആൻഡ് ഫയർ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവർ ഫോണിൽ ഞാനത് എടുത്തിട്ട് ഞാൻ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അങ്ങനെ പിന്നെ കുറേ അധികം നേരം അവരോട് സംസാരിച്ചു. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ പാലക്കാട് നിന്ന് അറിഞ്ഞത്. അങ്ങനെ പാലക്കാടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം അങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ചു. പാലക്കാട് എങ്ങനെ ഗ്രാമക്കാഴ്ചകളെല്ലാം വന്നെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യമെല്ലാം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു കുറേയധികം വ്യൂ പോയിൻറ്റിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞു. അടുത്ത ഫുഡിൻ്റെ നല്ല നല്ല ഹോട്ടലിനെ കുറിച്ചിട്ട് പറഞ്ഞു, നല്ല നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതെല്ലാം കുറേ സമയം സംസാരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ കുറേയധികം നേരം ഞാനും ഡേവിസും കൂട്ട് അവരോട് സംസാരിച്ചുകൊണ്ടേ നിന്നു. പിന്നെ അടുത്ത പാലക്കാടിൻ്റെ കുറേയധികം അവർ പറയുന്ന സമയത്ത് കുറേയധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം പാലക്കാട് പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ അങ്ങനെ കുറച്ചധികം സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മാഹിക്കെത്തിയ ശേഷം അവരോട് നമ്മൾ വഴി പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ മാഹി എത്തിയ ശേഷം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ മാഹി ബോർഡ് വെച്ച അടുത്തേക്ക് നടന്നു. ആടെ എത്തിയിട്ട് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അടുത്തേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കിനിയിപ്പോൾ അടുത്ത പോകേണ്ടത് മാഹി പള്ളിക്കാണ്. അപ്പോൾ അടുത്തുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിൽ കുറേ റിക്ഷ ഉണ്ട്, അപ്പം ഒരു റിക്ഷ പിടിച്ചിട്ട് നേരെ പള്ളിക്ക് പോകാം, പെട്ടെന്ന് തന്നെ എത്തും എന്നെല്ലാം പറഞ്ഞു. 30 രൂപയാണ് ചിലവ് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റിക്ഷയിൽ പെട്ടെന്ന് തന്നെ മാഹി പള്ളിക്ക് പോയി. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് കുറേ അധികം ദൂരമല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചധികം ദൂരമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ സമയത്ത് വഴി അറിയാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ റിക്ഷയിൽ കയറിയിട്ട് പോയെന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ റോഡെല്ലാം നല്ല രസമുണ്ട്, നല്ല റോഡാണ്. പിന്നെ അതിന് ശേഷം നേരെ പള്ളിക്കെത്തിയിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു. അതിനുശേഷം അടുത്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ LP സ്കൂൾ മാഹിയാണ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ നല്ല പുകയുന്നുണ്ടായിന്, വേറെ പുക ഇട്ടിട്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നടത്തി ഒരു ഗവൺമെൻറ് പബ്ലിക് ലൈബ്രറി കണ്ടു, പണ്ടത്തെ വലിയ കെട്ടിടം. അതിനുശേഷം ഞങ്ങൾ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടന്നു, കുറച്ചധികം വീഡിയോസ് എടുത്തു, കുറേയധികം ഫോട്ടോസ് എടുത്തു. പിന്നെ അങ്ങനെ നടന്നു. പിന്നെ നേരെ മയ്യഴി പുഴയുടെ കരയിലേക്ക് എത്തി. അപ്പോൾ അവിടെ കുറേയധികം നടക്കാനുണ്ട്. അങ്ങനെ കുറേയധികം ആൾക്കാർ, ടൂറിസ്റ്റുകാരെല്ലാം അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടന്നിട്ടാകുമ്പോൾ ഒരു കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു ടിക്കറ്റ് എടുത്തു, ഒരാൾക്ക് 10 രൂപയാണ്. അപ്പോൾ അങ്ങനെ 10 രൂപ എടുത്തിട്ട് കയറി. അപ്പോൾ കയറുന്ന സമയത്ത് നല്ല അത്ര വലിയൊരു വൈബുള്ള സ്ഥലമല്ല, ചെറിയൊരു കുന്നാണ്. അപ്പോൾ അതിൽ അധികം ആൾക്കാരും കപ്പിൾസാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, ലവേഴ്സും കപ്പിൾസെല്ലാം. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി വന്നു എന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ല കടലിൻ്റെ കരയെല്ലാം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ചും ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസെല്ലാം ഷൂട്ട് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ നേരെ താഴോട്ട് വന്നിട്ട് കുറേയധികം ദൂരത്തേക്ക് നടക്കാനുണ്ട്. അങ്ങനെ കുറേയധികം ദൂരത്തേക്ക് നടന്നിട്ട് ഓരോരോ വീഡിയോസെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്തു. പിന്നെ കുറച്ച് നടക്കുന്ന സമയത്ത് ഒരു പൂച്ചേനെ കണ്ടു. ആ പൂച്ച സംഭവിച്ചാൽ ആടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ മീൻ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ പൂച്ച എത്തിയിട്ടുള്ളത്. പിന്നെ നേരെ പുറത്തേക്ക് കടക്കാൻ അറിഞ്ഞിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങൾ നടന്നു. പക്ഷെ വഴി ക്ലോസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. അവിടുന്ന് ബിരിയാണി മേടിച്ചു. ബിരിയാണിയിൽ ഇപ്പോൾ ഇങ്ങോട്ടെല്ലാം മുട്ട കിട്ടുന്നത് കുറവാണ്, പക്ഷേ അവിടുത്തെ ബിരിയാണിയിൽ മുട്ട ഉണ്ടായിന്. അങ്ങനെ അതും കൂട്ടി കഴിച്ചു. അതിന് ശേഷം കുറച്ച് പുറത്തേക്ക് നടന്ന ശേഷം ഫലൂഡ കണ്ട ശേഷം ഒന്ന് കയറിയിട്ട് ഫലൂഡയിൽ ഇതുവരെ കയറിയിട്ട്, അതുകൊണ്ടൊന്ന് കയറിയിട്ട് ഒന്ന് ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വൈകുന്നേരം ആയിട്ടുണ്ട്.